ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ റെസിപ്പി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് ചെമ്മീനും ചക്കക്കുരുവും മുരിങ്ങക്ക മാങ്ങ ഇതെല്ലാം കൂട്ടി ഒരു കൂട്ടാൻ വെക്കും. തേങ്ങ അരച്ചാണ് വെക്കുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. മീഡിയം സൈസ് 2 മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 2 മുരിങ്ങക്കായും, ഒരു 15 ചക്കക്കുരുവും, കുറച്ച് ചെമ്മീനും എടുത്തിട്ടുണ്ട്, ഒരു 4 പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഒരു പാത്രത്തിലേക്ക്, ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്, അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സ്റ്റിക്കായിട്ടുള്ള 2 മുരിങ്ങക്കായും, 2 മീഡിയം മാങ്ങയും, ഒരു 10-12 ചക്കക്കുരുവും ഒന്ന് ചെറുതായിട്ട് 2ആയിട്ട് കട്ട് ചെയ്തതും, കുറച്ച് ചെമ്മീനും, ഒരു 4 പച്ചമുളക് കീറിയതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പും, അത് കുക്കാവാൻ പാകത്തിന് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചെമ്മീനൊക്കെ എല്ലാത്തിൻ്റെയും അളവ് ഓരോരുത്തരുടെ വീട്ടിൽ എടുക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചെമ്മീനൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല രുചിയായിരിക്കും. ഈ ഒരു അളവിലെടുത്താൽ ഒരു 7-8 പേർക്കൊക്കെ നമുക്ക് ചോറിന് സെർവ് ചെയ്യാനുണ്ടാവും. ഇനി നമുക്കൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു തേങ്ങാരപ്പ് വേണം. 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം എന്ന് പറയില്ല, അതും, 4 വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് നമുക്ക് പാകത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. നമ്മൾ തേങ്ങാരപ്പൊക്കെ തയ്യാറാക്കൂലേ, അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് നമ്മുടെ കറി ഒന്ന് എടുത്ത് നോക്കണം, അടിയിലൊക്കെ ഒന്നും പിടിക്കാതെ ഒന്ന് നോക്കണം. ഇതാ നോക്കി, ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ചക്കക്കുരു, മൂത്ത ചക്കക്കുരു ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതാ നോക്കി, ഈ ഒരു പാകത്തിനാണ് ഞാനിവിടെ തേങ്ങാരപ്പ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നമ്മുടെ തേങ്ങാരപ്പ് റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ വേവിക്കാൻ വെച്ച കൂട്ടവും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ തേങ്ങാരപ്പ് ആ ഒരു കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസാക്കി എടുക്കണ്ട, ഒരു തിക്ക്, അതാ നോക്കി, ഇതേപോലെ ഒരു പാകത്തിന് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാം കറി. ഒരുപാട് ചാറ് കൂട്ടിയെടുക്കണ്ട, ചെറിയൊരു തിക്കായിട്ടുള്ള ഒരു കറിയായിട്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. ഇനി ആ തേങ്ങാരപ്പൊക്കെ ഒന്ന് ആ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ തേങ്ങാരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും ആ റോ ഫ്ലേവറൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് മാറണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കണം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതാ നന്നായിട്ടൊന്ന് തിള വരുന്നുണ്ട്. ഇതാ നോക്കി, ഇതേപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ആ തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി ആ തേങ്ങാരപ്പ് ആ കഷ്ണങ്ങളിലേക്കൊക്കെ നന്നായിട്ട് ആ തേങ്ങാരപ്പ് പിടിച്ചിട്ടുണ്ടാകും. ഇതേപോലെ നന്നായി തിളച്ച് എല്ലാം കൂടി യോജിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം. ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂട് പിന്നെയും നിലനിൽക്കും. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇതുവരെ ഇങ്ങനെ ഒരു കറി ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിനെ കൂടി ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതിലെ ചെമ്മീനും മാങ്ങയും ചക്കക്കുരുവും മുരിങ്ങക്കായും എല്ലാം ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്വാദാണ്. ഇനി നമുക്ക് കടുകൊന്ന് താളിച്ചിടണം. അതിന് വെളിച്ചെണ്ണ, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കടുകും ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും 3-4 ഉണക്കമുളകും 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് എപ്പോഴും നമുക്ക് ഇങ്ങനെ താളിച്ചിടാനൊക്കെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ചെറിയ ഉള്ളിയും മുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ, അതായത് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്കും കറി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. മുളക് പൊടി ചേർത്തിട്ട് അപ്പം തന്നെ സ്റ്റവ് ഓഫാക്കി വെക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് മുളക് പൊടി കരിയും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരുവും ചെമ്മീനും ചാറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം. ഞാനിടുന്ന വീഡിയോസൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നും പ്രയോജനപ്പെടുന്നുണ്ടെന്നും മെസ്സേജിലൂടെയൊക്കെ അറിയിക്കുന്നുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.